ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കാറ്റത്തെ കിളിക്കൂടി റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. നികേഷ് ചോദിക്കുന്നു, ഇത് എന്ത് വീടായിട്ടോ? ഇന്നലെ ഏട്ടത്തി വരുമ്പോൾ സുധീഷ് ഏട്ടൻ സുഭാഷ് ഏട്ടനെ തല്ലുന്നു. ഇന്ന് രാവിലെ ദേ ഇങ്ങേരുടെ കരകാട്ടം. സ്വസ്ഥമായിട്ട് ഈ വീട്ടിൽ ജീവിക്കാൻ ഏതെങ്കിലും പെണ്ണ് തയ്യാറാകുമോ ഏട്ടാ? സുഭാഷ് പറയുന്നു, നീ അത് വിട്, നീതി അതൊന്നും കാര്യമാക്കില്ല. നികേഷ് ചോദിക്കുന്നു, അതെങ്ങനെയാ സുഭാഷ് ഏട്ടന് പറയാൻ പറ്റുന്നത്? ഒരു പെണ്ണ് പോലും ഇങ്ങനെയുള്ള സ്ഥലത്ത് ജീവിക്കാൻ ഇഷ്ടപ്പെടില്ല. കണ്ടിട്ട് എനിക്ക് തന്നെ നാണം തോന്നുന്നു. ഇവിടെ കാര് വന്നാലും ഇറങ്ങി ഓടുകയുള്ളൂ ഏട്ടാ. അതിൽ ഒരു സംശയമില്ല. സാധാരണ മനുഷ്യരെ പോലെ ഒരു നല്ല ജീവിതം നമ്മൾ അർഹിക്കുന്നില്ല ഏട്ടാ. അത് തന്നെയാ കാരണം. പിന്നീട് കാണിക്കുന്നത് വാടക വീട് അന്വേഷിച്ചു വരികയാണ് നിധി. വീടിന്റെ ഓണർ ചോദിക്കുന്നു, നിധി എന്ത് ചെയ്യുന്നു? ജോലിയുടെ കാര്യം അന്വേഷിച്ച് വന്നതാണെന്ന് നിധി പറയുമ്പോൾ ഓണർ ചോദിക്കുകയാണ്, ഏത് കമ്പനിയില്? അപ്പൊ നിധി പറയുന്നു, അങ്ങനെയല്ല, ഇന്റർവ്യൂസ് അറ്റൻഡ് ചെയ്യണം. ആർക്കിടെക്ചർ പഠിച്ചതാ. ഇവിടെ താമസിച്ച് അപ്ലൈ ചെയ്ത് ജോലി കണ്ടുപിടിക്കണം. അപ്പൊ ജോലി കിട്ടിയിട്ട് വേണം അല്ലേ എന്ന് ഓണർ ചോദിക്കുമ്പോൾ നിധി പറയുന്നു, അത് കുഴപ്പമില്ല, വാടകയ്ക്കൊന്നും പ്രശ്നം വരില്ല. വീട് എവിടെയാണെന്ന് ഓണർ ചോദിക്കുമ്പോൾ നിധി പറയുകയാണ്, വീട് പാലക്കാടാ. അവിടെ ഒന്നും ജോലി നോക്കിയില്ലേ എന്ന് ഓണർ ചോദിക്കുമ്പോൾ നിധി പറയുകയാണ്, ഇല്ല. ഓണർ ചോദിക്കുന്നു, കല്യാണം കഴിഞ്ഞതാണല്ലേ? ഭർത്താവ് എന്ത് ചെയ്യുന്നു? പുറത്താണെന്ന് നിധി പറയുമ്പോൾ ഓണർ പറയുകയാണ്, ഫോറിനിലാണോ? ഇപ്പൊ എവിടെ താമസിക്കുന്നത്? നിധി പറയുന്നു, ഇവിടെ ഒരു റിലേറ്റീവിന്റെ അടുത്താ, വെള്ളയമ്പലത്ത്. എന്റെ കൂടെ വരാനിരുന്നതാ, അത്യാവശ്യമായിട്ട് ഒരെണ്ണം വരെ പോകേണ്ടി വന്നു. ഓണർ ചോദിക്കുന്നു, ഇതിന്റെ മുകളിലെ ഭാഗമാ വാടകയ്ക്ക് കൊടുക്കുന്നത്, കാണണമെന്ന് നിധി പറയുമ്പോൾ വീട് കാണിച്ചു കൊടുക്കുകയാണ് ഓണർ. തുടർന്ന് ഓണർ പറയുന്നു, വീട് ക്ലീനായി നോക്കണം. വെള്ളത്തിന് കോർപ്പറേഷൻ വാട്ടർ മാത്രമേ കിട്ടൂ. അതുകൊണ്ട് ഒരു 50 ലിറ്ററിന്റെ വലിയ ബക്കറ്റ് വാങ്ങി എപ്പോഴും കരുതി വെക്കുന്നതാണ് നല്ലത്. ഇടയ്ക്കിടെ പൈപ്പ് പൊട്ടി വെള്ളം മുടങ്ങാറുണ്ട്. ഒരു ദിവസത്തിനുള്ളിൽ ശരിയാകുകയും ചെയ്യും. പിന്നെ കറണ്ട് ബില്ല് ഇവിടത്തേക്ക് സെപ്പറേറ്റ്, അത് അടയ്ക്കണം. ഇതാണ് കിച്ചൺ. നിധി പുഞ്ചിരിച്ച് ചുറ്റും നോക്കുകയാണ്. ഓണർ ചോദിക്കുന്നു, എപ്പോഴാ വരുന്നേ? നിധി പറയുന്നു, ഉടനെ, പറ്റിയ നാളെ തന്നെ. ഓണർ പറയുന്നു, ആയിക്കോട്ടെ, അഡ്വാൻസ് എനിക്ക് വിളിച്ച നമ്പറിൽ തന്നെ ജിപേ ചെയ്താൽ മതി. എഗ്രിമെന്റ് ഞാൻ റെഡിയാക്കി വെക്കാം. നിധി പറയുന്നു, അല്ല, വാടക പറഞ്ഞില്ല. ഓണർ പറയുന്നു, വാടക 7,000 രൂപ, അഡ്വാൻസ് 25,000, ഒരു 5,000 രൂപ ടോക്കണായിട്ട് അയച്ചോ. നിധി പറയുന്നു, ഞാൻ ക്യാഷ് ആയിട്ട് തരാം. അങ്ങനെ നിധി 5,000 രൂപ കൊടുക്കുകയാണ്. ഓണർ പറയുന്നു, എന്നാ പിന്നെ നാളെ കാണാം. ശരി സാർ എന്ന് പറഞ്ഞ നിധി അവിടെ നിന്ന് പോകുന്നു. പിന്നീട് കാണിക്കുന്നത് മുറ്റം വൃത്തിയാക്കുന്ന സുഭാഷിന്റെ അരികിലേക്ക് വന്ന് വിഷമത്തോടുകൂടി സുധീഷ് പറയുന്നു, സോറി സുഭാഷ് ഏട്ടാ. സോറിയോ? എന്തിനെന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ സുധീഷ് പറയുകയാണ്, ഇന്നലെ ഞാൻ മനഃപൂർവ്വം ചേട്ടനെ തല്ലിയതൊന്നുമല്ല. ഹരീഷ് എന്നെ അടിച്ചപ്പോൾ അപ്പോഴത്തെ ദേഷ്യത്തിന് അവനെ തിരിച്ചടിച്ചതാ. അതറിയാതെ സുഭാഷ് ഏട്ടനെ കവളിൽ കൊണ്ടതാ. സോറി സുഭാഷ് ഏട്ടാ. സുഭാഷ് ചോദിക്കുന്നു, എന്തുവാടാ ഇത് നീയായിട്ട് എന്നോട് വന്ന് പറയണോ? എനിക്കത് അറിഞ്ഞൂടെ? സുധീഷ് പറയുന്നു, ആലോചിക്കുമ്പോഴേ എനിക്ക് വല്ലാത്ത വിഷമം വരുന്നു. അറിയാതെ പോലും അത് സുഭാഷ് ഏട്ടനെ കവളിൽ കൊള്ളാൻ പാടില്ലായിരുന്നു. സുഭാഷ് പറയുന്നു, നീ ഇനി അതോർത്ത് വിഷമിക്കാൻ നിൽക്കണ്ട. എനിക്കത് അപ്പൊ തന്നെ മനസ്സിലായി, അത് വിട്ടേക്ക്. സുധീഷ് കരഞ്ഞുകൊണ്ട് സുഭാഷിന്റെ കവളിൽ തലോടി ചോദിക്കുന്നു, ചേട്ടാ നന്നായിട്ട് വേദനിച്ചോ? കയ്യിൽ പിടിച്ച് പുഞ്ചിരിച്ച് സുഭാഷ് പറയുന്നു, അതൊന്നും സാരമില്ലടാ സുധീഷേ. എടാ പഴയതുപോലെയല്ല, ഒരു പെൺകുട്ടി നമ്മുടെ വീട്ടിലുണ്ട്. നീ ഹരീഷും കൂടി ഇനി ഇടയ്ക്കിടയ്ക്ക് അടികൂടാൻ പാടില്ല. ആ കുട്ടി എന്ത് വിചാരിക്കും? ഇന്നലെ ഞാൻ ചോദിച്ചപ്പോ തന്നെ നിധിയെ നീ കണ്ടു എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഈ വഴക്കൊന്നും ഉണ്ടാകില്ലായിരുന്നു. സുധീഷ് പറയുന്നു, അത് സുഭാഷ് ഏട്ടൻ അവളോട് സത്യമെല്ലാം പറഞ്ഞു എന്നറിഞ്ഞപ്പോൾ എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതായി പോയി. അവളാണെങ്കിൽ ശരം വിട്ടതുപോലെ ഇങ്ങനെ ഓരോന്ന് ചോദിച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. ഞാനാകെ കുഴഞ്ഞുപോയി സുഭാഷ് ഏട്ടാ. ഈ വീടിനെ പറ്റി ഞാൻ അവളോട് ഇല്ലാത്ത കുറെ കഥകൾ പഠിച്ചു വിടുമ്പോൾ ഇങ്ങനെ കല്യാണം കഴിയുമെന്നൊന്നും വിചാരിച്ചിട്ടേ ഇല്ല. ഒരു പെൺകുട്ടി വീടിനെ പറ്റിയും വീട്ടുകാരെ പറ്റിയൊക്കെ ചോദിക്കുമ്പോൾ അവളത് നല്ല രീതിയിൽ മനസ്സിലാക്കിയോട്ടെ എന്ന് മാത്രമേ അപ്പൊ ഞാൻ കരുതിയിട്ടുള്ളൂ. ചേട്ടാ, നമ്മുടെ ജീവിതത്തിൽ ഒരു ബന്ധമില്ലാത്ത ഒരാളോട് എന്ത് പറഞ്ഞാലും കുഴപ്പമില്ലല്ലോ എന്നേ ഞാൻ ഇപ്പൊ കരുതിയിട്ടുള്ളൂ. പക്ഷെ അറിയാതെ ആ കുട്ടി തന്നെ എന്റെ ജീവിതത്തിലേക്ക് വന്നു. ശരിയാ, ഞാൻ നുണയാ പറഞ്ഞത്, അത് വലിയ തെറ്റുമാണ്. പക്ഷെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഞാൻ ചെന്ന് അവളോട് നിന്നോട് പറഞ്ഞതെല്ലാം നുണയായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾ അപ്പൊ തന്നെ ഇറങ്ങിപ്പോയാലോന്ന് ഞാൻ പേടിച്ചിട്ടാ സുഭാഷ് ഏട്ടാ ഞാൻ സത്യം പറയാതിരുന്നത്. സുഭാഷ് ചോദിക്കുന്നു, നീ പറഞ്ഞ നുണകൾക്ക് വിരുദ്ധമായി അവൾ ഇവിടുത്തെ ജീവിതം കാണുമ്പോൾ മനസ്സിലാക്കില്ലെന്നാണോ കരുതിയത്? സുധീഷ് പറയുന്നു, ഞാനുമായിട്ട് അവളുടെ ബന്ധം ഉറച്ചു കഴിയുമ്പോൾ പതിയെ പതിയെ ഓരോന്നറിഞ്ഞാലും പ്രശ്നമില്ലാന്ന് കരുതി. അതുപോട്ടെ, എന്നോട് സുഭാഷ് ഏട്ടൻ അവളോടെല്ലാം പറയാൻ പോവുകയാണെന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. സുഭാഷ് പറയുന്നു, എടാ അവളോട് ആദ്യം മുതലേ സത്യം തുറന്നു പറയണമെന്ന് പറഞ്ഞ ആളല്ലേ ഞാൻ. നീ കേട്ടോ, ഞാൻ സൂപ്പർവൈസർ ആണെന്ന് കരുതി അവൾ ഓരോന്ന് ആവശ്യപ്പെടുമ്പോൾ ഞാൻ പിന്നെ എന്ത് ചെയ്യും? ദേ, നിന്നെ പോലെ നിന്ന നിപ്പില് കള്ളം പറഞ്ഞു ഒഴിയാനൊന്നും എനിക്ക് പറ്റില്ല സുധീഷേ. നമ്മളെ വിശ്വസിച്ച് സംസാരിക്കുന്നവരോട് അങ്ങനെ നമ്മൾ എങ്ങനെയാടാ നുണ പറയുക? എടാ, നമ്മളായിട്ട് പറഞ്ഞില്ലെങ്കിലും ആ കുട്ടി ഒരു ദിവസം സത്യങ്ങളെല്ലാം അറിയും. ആ സമയത്ത് അത് നേരിടാൻ അത്ര എളുപ്പമായിരിക്കത്തില്ല. ദേ നോക്ക്, ഏത് ചെറിയ കാര്യത്തിനും നുണ പറഞ്ഞ് ശീലിച്ചവനാണ് നീ. ആ സ്വഭാവം ഇനിയെങ്കിലും നീ ഒന്ന് മാറ്റണം, അല്ലെങ്കിൽ അത് നിന്നെ തന്നെ ബാധിക്കും. ആ കുട്ടി ഈ വീട്ടിൽ തന്നെ ഉണ്ടാകണമെന്ന് നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇനി മുതൽ നുണ പറയുന്നത് നീ നിർത്തണം. സ്വർണ്ണപാത്രം കൊണ്ട് മൂടി വെച്ചാലും സത്യം പുറത്തു വരിക തന്നെ ചെയ്യും, അത് നീ മറക്കരുത്. അപ്പൊ സുധീഷ് പറയുകയാണ്, ശരിയാ, ഈ സുധീഷ് ഒരു നുണയനാ. കവളിൽ പിടിച്ച് സുഭാഷ് പറയുന്നു, എടാ ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. സുധീഷ് പറയുന്നു, അയ്യോ അത് മനസ്സിലായി, പക്ഷെ ഞാൻ നുണ പറയുന്നത് എനിക്കത് ഇഷ്ടമായതുകൊണ്ടാണെന്നാണോ സുഭാഷ്
സുഭാഷേട്ടൻ കരുതിയിരിക്കുന്നത്. സുഭാഷേട്ടൻ ഓർമ്മയുണ്ടാകും, അച്ഛൻ ജയിലിൽ പോകുമ്പോഴേ ഞാൻ ചെറിയ കുട്ടിയാ. അമ്മയെ കൊന്ന് ജയിലിൽ പോയവന്റെ മകനെന്നായിരുന്നു അന്നത്തെ മേൽവിലാസം. അതുകൊണ്ട് തന്നെ എല്ലാവരും എന്നെ അപ്പം മാറ്റി നിർത്തി. കൂടെ പഠിക്കുന്നവര് പോലും ഒരിക്കൽ പോലും എന്നെ കൂട്ടത്തിൽ കൂട്ടിയിട്ടില്ല. അച്ഛൻ ചെയ്ത തെറ്റിന് നമ്മൾ കുട്ടികളായിരുന്നു ശിക്ഷ അനുഭവിക്കേണ്ടി വന്നത്. ആ കാലം മുതല് ഈ വീട് ഞാൻ വെറുക്കാൻ തുടങ്ങിയതാ. ഒരാള് ആദ്യത്തെ നുണ എപ്പോഴാ പറഞ്ഞെന്ന് ഓർത്തെടുക്കാൻ അത്ര എളുപ്പമല്ല. പക്ഷേ എനിക്ക് ഓർമ്മയുണ്ട്, സ്കൂളിൽ പുതിയതായിട്ട് വന്നൊരു പെൺകുട്ടി വീട്ടുകാരെ പറ്റി ചോദിച്ചപ്പോൾ അച്ഛൻ മരിച്ചുപോയി എന്ന് പറഞ്ഞതാ ഞാൻ പറഞ്ഞ ആദ്യത്തെ നുണ. പിന്നെ പരിചയമില്ലാത്തവരോടെല്ലാം വീടിനെ പറ്റിയും വീട്ടുകാരെ പറ്റിയും ഓരോ നുണകൾ പറഞ്ഞു പറഞ്ഞ് അതങ്ങ് ശീലമായി. ഞാനും എന്റെ വീട്ടുകാരും അങ്ങനെയൊക്കെ ആയിരുന്നെങ്കിലെന്നുള്ള എന്റെ ആഗ്രഹമായിരുന്നു സുഭാഷേട്ടാ ഞാൻ പറഞ്ഞത്. അതിനർത്ഥം സുഭാഷേട്ടൻ മേസ്തിരിപ്പണി എടുക്കുന്നതില് എനിക്ക് നാണക്കേടുണ്ടെന്നല്ല. നമ്മുടെ വീടിനെ പറ്റിയുള്ള സത്യങ്ങൾ പറഞ്ഞുകൊണ്ട് ആളുകൾക്കിടയിൽ സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റില്ല എന്ന് മനസ്സിലായതുകൊണ്ടാ സുഭാഷേട്ടാ ഞാൻ നുണകൾ പറഞ്ഞു തുടങ്ങിയത്. ആ നുണ വിശ്വസിച്ചാണ് പലരും ഇപ്പോഴെന്നെ ജോലിക്ക് വിളിക്കുന്നതും. ഇതൊന്നും ഞാൻ ആഗ്രഹിച്ച് ചെയ്യുന്നതല്ല. എനിക്ക് വേറെ വഴിയില്ല സുഭാഷേട്ടാ. അങ്ങനെ സുധീഷ് കരഞ്ഞുകൊണ്ട് സുഭാഷിനെ കെട്ടിപ്പിടിക്കുമ്പോൾ കണ്ടു നിറഞ്ഞ് സുധീഷിനെ ചേർത്ത് പിടിക്കുകയാണ് സുഭാഷ്. തുടർന്ന് സുധീഷ് പറയുന്നു, പക്ഷേ ഇനി മുതല് ഞാൻ മാറാൻ ശ്രമിക്കാം സുഭാഷേട്ടാ. പിന്നെ പല വർഷത്തെ പഴക്കമല്ലേ, ചിലപ്പോ വിട്ടുപോകാൻ ഇത്തിരി സമയം എടുക്കുമായിരിക്കും. എന്നാലും ഞാൻ ശ്രമിക്കാം സുഭാഷേട്ടാ, സത്യം, ഉറപ്പ്. ഇത് കേട്ട് പുഞ്ചിരിച്ച് സ്നേഹത്തോടുകൂടി സുധീഷിനെ ചേർത്ത് പിടിക്കുകയാണ് സുഭാഷ്. ഈ സമയം ഓട്ടോയിൽ അവിടേക്ക് വരികയാണ് നിധി. സുഭാഷ് പറയുന്നു, ദേ കണ്ണു തുടയ്ക്ക്. അങ്ങനെ അവർ തിരിഞ്ഞു നിന്ന് കണ്ണു തുടച്ച് പുഞ്ചിരിച്ച് നിധിയെ നോക്കുകയാണ്. അരികിലേക്ക് വന്ന നിധി ചോദിക്കുന്നു, സീരിയസ് ആയിട്ട് എന്തെങ്കിലും സംസാരിക്കുകയായിരുന്നു? സുധീഷ് പറയുന്നു, ഏയ് ഞങ്ങളുടെ സംസാരമൊക്കെ കഴിഞ്ഞു. അപ്പൊ നിധി പറയുന്നു, എന്താ ഞാനൊരു കാര്യം പറയട്ടെ സുഭാഷേട്ടാ? സുധീഷിനെ നോക്കിയിട്ട് സുഭാഷ് പറയുന്നു, അതിനെന്താ പറഞ്ഞു? നിധി പറയുന്നു, ഞാനൊരു വീട് വാടകയ്ക്ക് നോക്കാൻ പോയതാ. അത് ശരിയായി, നാളെ തന്നെ അങ്ങോട്ട് മാറിയാലോ എന്ന് ആലോചിക്കുക. ടെൻഷനോടുകൂടി സുഭാഷ് ചോദിക്കുന്നു, വീട് നോക്കിയോ? അപ്പൊ നിധി പറയുകയാണ്, ഇന്നലെ ഒരു പരസ്യം കണ്ടപ്പോൾ വിളിച്ചു നോക്കിയതാ. വീട് ശരിയായാൽ ഞാൻ പോകുമെന്ന് പറഞ്ഞിരുന്നില്ലേ? ഇന്ന് രാവിലെ പോയി കണ്ട് ടോക്കൺ അഡ്വാൻസ് കൊടുത്തു. സുഭാഷ് ചോദിക്കുന്നു, അപ്പോ അതിനുവേണ്ടി പോയതായിരുന്നു അല്ലേ? അതേന്ന് നിധി പറയുമ്പോൾ സുഭാഷ് ചോദിക്കാണ്, ഇവിടെ അടുത്താണോ? നിധി പറയുന്നു, ഇവിടുന്ന് കുറച്ച് മാറി വട്ടിയൂർക്കാവ് എന്ന് പറഞ്ഞ സ്ഥലത്താ. സുഭാഷ് പറയുന്നു, എന്നാലും ഇത്ര പെട്ടെന്ന് എനിക്കങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. നിധി പറയുന്നു, ഇപ്പൊ തന്നെ ഒരുപാട് ദിവസങ്ങളായില്ലേ ഇവിടെ, ഇനിയെങ്കിലും മാറിയില്ലെങ്കിൽ ശരിയാകില്ല. ഇപ്പൊ നല്ലൊരു വീടും കിട്ടി, ഞാൻ പൊയ്ക്കോട്ടെ സുഭാഷേട്ടാ? സുഭാഷ് ചോദിക്കുന്നു, അല്ല അവിടെ സേഫ് ആണല്ലോ അല്ലേ? നിധി പറയുന്നു, അതെ, പരിസരവും നല്ലതാ. സുഭാഷ് പറയുന്നു, കാണാൻ പോകുമ്പോഴൊന്ന് പറയാമായിരുന്നില്ലേ, ഞാനും വരാമായിരുന്നു. നിധി പറയുന്നു, അയ്യോ സുഭാഷേട്ടൻ തെറ്റായിട്ട് എടുക്കരുത്, ഞാൻ ഇങ്ങനെ ഒരു വീട്ടിലാണെന്നല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്. സുഭാഷ് ചോദിക്കുന്നു, ഇവിടെയാണ് താമസം എന്ന് പറഞ്ഞാൽ വാടകയ്ക്ക് താമസിക്കാൻ കിട്ടില്ല എന്ന് വിചാരിച്ചിട്ടാണോ? നിധി പറയുന്നു, അയ്യോ അങ്ങനെയല്ല, ഇവിടെയാണെന്ന് പറഞ്ഞാൽ അടുത്ത് വീടിരിക്കുമ്പോഴേ പിന്നെ എന്തിനാ വാടകയ്ക്ക് നോക്കുന്നതെന്ന് ചോദിക്കും, പിന്നെ പലതും പറയേണ്ടി വരും, എന്തിനാ വെറുതെ. അതാ. വിഷമത്തോടു കൂടി നിൽക്കുന്ന സുധീഷിനെ ഒന്ന് നോക്കിയിട്ട് സുഭാഷ് ചോദിക്കുന്നു, മോളെ ഉറപ്പായിട്ടും പോണമല്ലേ? നിധി പറയുകയാണ്, വേണം സുഭാഷേട്ടാ, ഇപ്പൊ തന്നെ ഒരുപാട് ദിവസങ്ങളായി, എതിരൊന്നും പറയരുത് പ്ലീസ്. അങ്ങനെ നിധി അകത്തേക്ക് പോകുമ്പോൾ സുധീഷ് പൊട്ടിക്കരയുകയാണ്. സുഭാഷ് സുധീഷിന്റെ കയ്യിലേക്ക് പിടിക്കുമ്പോൾ സുധീഷ് പറയുന്നു, ചേട്ടാ കേട്ടില്ലേ, അവള് പോവാണെന്ന്. കണ്ടു നിറഞ്ഞ് സുധീഷിനെ ചേർത്ത് പിടിക്കുകയാണ് സുഭാഷ്. തുടർന്ന് ഡ്രസ്സുകളൊക്കെ നിധി ബാഗിലേക്ക് എടുത്തു വെക്കുമ്പോൾ അവിടേക്ക് വന്ന സുധീഷ് ചോദിക്കുന്നു, അപ്പോഴേക്കും പാക്കിംഗ് ഒക്കെ തുടങ്ങിയോ? നിധി പറയുന്നു, അതെ, നാളെ പോവല്ലേ, ഇന്ന് തന്നെ എല്ലാം പാക്ക് ചെയ്ത് വെക്കാമെന്ന് കരുതി. സുധീഷ് പറയുന്നു, അല്ല ഡ്രസ്സ് മാത്രമല്ലേ ഉള്ളൂ, അതും എടുത്തു വെക്കാതെ പറ്റില്ലല്ലോ എന്ന് നിധി പറയുമ്പോൾ സുധീഷ് പറയുകയാണ്, ശരിയാ, ഒന്നുപോലെ ഇവിടെ ബാക്കി വെച്ചിട്ട് പോകണ്ടല്ലോ അല്ലേ, അതുകൊണ്ടായിരിക്കും എല്ലാം ഇങ്ങനെ അടുക്കി പെറുക്കി. ഇത് കേട്ട് നിധി ചോദിക്കുന്നു, ഇപ്പൊ എന്താ നിങ്ങളുടെ പ്രശ്നം? സുധീഷ് പറയുന്നു, അത് എടോ എന്തിനാ ഇപ്പൊ ഇങ്ങനെ ധൃതി വെച്ച് പോകുന്നത്? ഇയാള് വീട് നോക്കാൻ പോവുകയാണെന്ന് എന്നോട് പറഞ്ഞതേ ഇല്ലല്ലോ. നിധി ചോദിക്കുന്നു, എന്തിനു പറയണം? പറഞ്ഞാൽ ആ പേരിലൊരു നാടകം കളിക്കുന്നത് കാണാനോ? എന്റെ ചേട്ടൻ അറിയുന്ന ഒരു സ്ഥലമുണ്ട്, മാമൻ അറിയുന്ന സ്ഥലമുണ്ടെന്നൊക്കെ പറഞ്ഞ് എന്നെ പറ്റിക്കാനോ? സുധീഷ് ചോദിക്കുന്നു, നിധി ഞാൻ എന്തിനാടോ ഇയാളെ പറ്റിക്കുന്നത്? രാവിലെ പുറത്തേക്ക് പോയെന്ന് ഞാൻ അറിഞ്ഞു, വീട് നോക്കാൻ വേണ്ടി പോവുകയാണെന്ന് ഒന്ന് പറഞ്ഞിട്ട് പോകാമല്ലോ എന്ന് ചോദിച്ചതാ. നിധി, ഈ നാട്ടിൽ താൻ പുതിയ ആളല്ലേ, ഇവിടുത്തെ ആളുകളെ പറ്റി തനിക്കൊന്നും അറിയില്ലല്ലോ. എങ്ങനെയുള്ള വീടാണെന്ന് അന്വേഷിക്കാതെ വെറുതെ വാടകയ്ക്കെടുത്ത് താമസിച്ചു തുടങ്ങിയിട്ട് നാളെ ഒരു പ്രശ്നം വന്നാൽ എന്ത് ചെയ്യും? അതുകൊണ്ടാ ഞാൻ പറഞ്ഞത്. നിധി പറയുന്നു, ഇതുവരെ നിങ്ങൾ ഉണ്ടാക്കി തന്ന പ്രശ്നത്തെക്കാളും വലിയ പ്രശ്നം എന്തായാലും വരാൻ പോകുന്നില്ല. സുധീഷ് പറയുന്നു, എടോ എന്റെ കാര്യം വിട്, ഞാൻ ഇയാളെ പറ്റിയാ വിചാരിക്കുന്നത്. എടോ ആ വീടിരിക്കുന്ന സ്ഥലം ഏത് തരത്തിലുള്ളതാ? അവിടെ പരിസരത്ത് ആളുകൾ എങ്ങനെ? അവിടെ ആരാണ് മുമ്പ് താമസിച്ചിട്ടുള്ളത്? അവര് ഒഴിഞ്ഞു പോകാനുള്ള കാരണം എന്താണ്? അങ്ങനെ ഒരുപാട് നൂറുകൂട്ടം കാര്യങ്ങൾ അന്വേഷിക്കാറുണ്ട്. ചോദിച്ച ഉടനെ വീട് തരാൻ വേണ്ടിയിട്ട് അവര് തയ്യാറായിട്ടുണ്ടെങ്കിൽ അതിന് ചിലപ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരിക്കും, അത് ഉറപ്പാ. നിധി പറയുന്നു, അതൊക്കെ ഞാൻ അന്വേഷിച്ചു, വീടിനൊരു കുഴപ്പമില്ല, നല്ല വീട് തന്നെയാ. സുധീഷ് ചോദിക്കുന്നു, ഞാൻ നുണ പറഞ്ഞു എന്നുള്ള കാരണം കൊണ്ടല്ലേ ഇയാളിപ്പം പെട്ടെന്ന് പോകുന്നത്? എടോ കുറച്ച് സാവധാനം ആലോചിച്ച് ചെയ്താ പോരെ ഇതൊക്കെ? നിധി ചോദിക്കുന്നു, സാവധാനം എന്ന് വെച്ചാൽ എനിക്ക് മനസ്സിലായില്ല. ആദ്യം ഇത് തീരുമാനിച്ചിരുന്നതല്ലേ, വീട് കിട്ടിയാൽ പോകുമെന്നും പറഞ്ഞിരുന്നതല്ലേ, ഇപ്പൊ വീട് കിട്ടി ഞാൻ പോകുന്നു. അല്ല അതിനെന്തിനാ ഇയാൾ ഇങ്ങനെ ടെൻഷൻ ആകുന്നേ? സുധീഷ് പറയുന്നു, എടോ അതല്ല, നാളെ തന്നെ പോകണമെന്ന് എന്താ ഇത്ര വാശി? നിധി ചോദിക്കുന്നു, ഇതെങ്ങനെയാ വാശിയാകുന്നേ?
എന്റെ ആവശ്യമല്ലേ? സുധീഷ് പറയുകയാണ്. അതെനിക്ക് മനസ്സിലായി. ഞാൻ നുണ പറഞ്ഞതിൽ ഇയാൾക്ക് വിഷമമായി അല്ലേ? നിധി പറയുന്നു, ഹലോ, അങ്ങനെയൊന്നുമില്ല. എനിക്ക് വിഷമിക്കേണ്ട കാര്യം എന്താ? അല്ല, എന്നെ വിഷമിപ്പിക്കാൻ നിങ്ങൾ ആരാ? പരസ്യം കണ്ടപ്പോൾ അന്വേഷിച്ചു, ശരിയായി, ഞാൻ പോകുന്നു, സിമ്പിൾ. അത് വെറുതെ ഒരു ഇഷ്യൂ ആക്കുന്നത് എന്തിനാ? സുധീഷ് പറയുന്നു, എന്നാലും ഒന്ന് പറയാമായിരുന്നു. നിധി ചോദിക്കുന്നു, ഇയാളോട് എന്തിനാ ഞാൻ പറയുന്നത്? ഇയാളുടെ ചേട്ടനോടുള്ള ബഹുമാനം കൊണ്ട് പോകാമെന്ന് ഞാൻ പറഞ്ഞത്. ഇനി അതിനെപ്പറ്റി തന്നെ വീണ്ടും വീണ്ടും സംസാരിക്കാൻ നിൽക്കരുത്, പ്ലീസ്. അങ്ങനെ നിധി തന്റെ ഡ്രസ്സുകളെല്ലാം എടുത്തു വെക്കുമ്പോൾ സുധീഷ് അവിടെ നിന്ന് പോവുകയാണ്. വിഷമത്തോടുകൂടി സുധീഷ് ഓർക്കുന്നു, രാത്രി നിധി തന്റെ കൂടെ വീട്ടിൽ നിന്നും വന്നതും ഗുണ്ടകൾ പിന്നാലെ വന്നതും പോലീസ് സ്റ്റേഷനിൽ വെച്ച് കല്യാണം നടന്നതും വീട്ടിലേക്ക് വന്നതുമെല്ലാം റിസപ്ഷന് നാട്ടുകാരുടെയും വീട്ടുകാരുടെയും മുമ്പിൽ വെച്ച് ഭാസ്കരൻ പറഞ്ഞിട്ട് നിധിയുടെ കഴുത്തിൽ താലി കിട്ടിയതും. സുധീഷ് മനസ്സിൽ പറയുന്നു, നിനക്ക് ഞാൻ ആരോ ഒരാളായിരിക്കും നിധി, പക്ഷെ എനിക്ക് അങ്ങനെയല്ല. ഈ ജീവിതത്തില് നീ അല്ലാതെ മറ്റൊരാൾ എനിക്കില്ല. നിന്നെ എന്റേതാക്കാനാ ഞാൻ ഇത്രയും നുണകൾ പറഞ്ഞു കൂട്ടിയത്. അങ്ങനെയുള്ളപ്പോൾ നിന്നെ വിട്ടുകളയാൻ എനിക്കിനി വയ്യ. അങ്ങനെ ദൈവങ്ങളുടെ ഫോട്ടോയുടെ അരികിലേക്ക് വരുന്ന സുധീഷ് കാണുകയാണ് അവിടെ ഇരിക്കുന്ന വാടകയ്ക്ക് വീടുന്ന പരസ്യമുള്ള പത്രപേപ്പർ. പിന്നീട് കാണിക്കുന്നത് രാത്രി. സുധീഷ് പറയുന്നു, സുഭാഷ് ഏട്ടാ, നമുക്ക് എത്രയും പെട്ടെന്ന് ഒരു കാർ വാങ്ങണം. സുഭാഷ് പറയുന്നു, ബാക്കിയെല്ലാം ആയല്ലോ. സുധീഷ് ചോദിക്കുന്നു, ബാക്കിയെല്ലാം ആയിട്ടാണോ എല്ലാവരും കാർ വാങ്ങാൻ നടക്കുന്നത്? സുഭാഷ് ഏട്ടൻ ഒരു കാര്യം അറിയോ? ഈ ഗോവ കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാറുകളുള്ള വീടുകൾ കേരളത്തിലാ. ഈ സ്റ്റേറ്റിന്റെ വലിപ്പം വെച്ച് നോക്കുമ്പോഴേ നമ്മൾ തന്നെ അപ്പം ഒന്നാമതും വരിക. അതെന്തുകൊണ്ടാ? സുഭാഷ് പറയുന്നു, വരവിനേക്കാൾ കൂടുതൽ ചെലവഴിക്കാൻ നോക്കുന്ന നിന്നെ പോലെ കുറെ എണ്ണം ഉള്ളതുകൊണ്ട്. സുധീഷ് പറയുന്നു, സുഭാഷ് ഏട്ടൻ ഇങ്ങനെ പിന്തിരിപ്പനായിട്ട് ചിന്തിക്കല്ലേ ചേട്ടാ. ദേ, നമ്മള് മറ്റുള്ളവരെ പോലെയല്ല. നമ്മൾ റിസ്ക് എടുക്കാൻ തയ്യാറുള്ളവരാ. പണമല്ല, ആറ്റിറ്റ്യൂഡാണ് നമ്മുടെ സ്ട്രെങ്ത്. ഒരു കാര്യം നടത്തിയെടുക്കാൻ ഏതറ്റം വരെയും നമ്മൾ പോകും, അല്ലേ? അതാണ് നമ്മുടെ ശക്തി. സുഭാഷ് പറയുന്നു, അത് നീ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങൾ കണ്ടാൽ അറിയാം. സുധീഷ് പറയുന്നു, സുഭാഷ് ഏട്ടൻ ഏത് അർത്ഥത്തിലാ പറഞ്ഞെന്നറിഞ്ഞില്ല. നല്ല അർത്ഥത്തിലാണെങ്കിൽ ശരി. പതിയൊരു ചെറിയ കാറിൽ തുടങ്ങി പടിപടിയായിട്ടൊരു പോർഷ് കാറിലെത്തണം. സുഭാഷ് ചോദിക്കുന്നു, എടാ, നിനക്ക് എങ്ങനെയാടാ സുധീഷേ ഇങ്ങനെ കൂളായിട്ടിരിക്കാൻ പറ്റുന്നത്? നിധി നാളെ വീട് വിട്ടു പോകണമെന്ന് പറയുക, നിനക്കതിൽ വിഷമമൊന്നുമില്ലേ? സുധീഷ് ചോദിക്കുന്നു, ഞാൻ സങ്കടപ്പെട്ടാൽ അവള് പോകാതിരിക്കുമോ? സുഭാഷ് ചോദിക്കാനാ, ആ കുട്ടി വന്ന് പെട്ടെന്ന് പോവാണെന്ന് പറഞ്ഞിട്ടും നിനക്ക് വിഷമമൊന്നും ഇല്ലെന്നാണോ? സുധീഷ് ചോദിക്കുന്നു, അതിനിപ്പോ ഞാൻ എന്താ ആ മൂലയിൽ പോയിരുന്നിട്ട് അങ്ങനെ കരയണം? ഇനിയിപ്പം കരഞ്ഞാൽ തന്നെ അവള് പോകാണ്ടിരിക്കൂ? സുഭാഷ് ചോദിക്കുന്നു, എന്താണ് നീ ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും ഒരുപാട് ഓവറായിട്ട് ചിന്തിച്ച് പേടിക്കുന്ന ആളല്ലേ നീ? എന്നിട്ടിപ്പം ഇത്രയും വലിയ വിഷയം വരുമ്പോൾ അത് സിമ്പിൾ ആയിട്ട് എടുക്കുന്നത് എങ്ങനെയാ? ഇത് കേട്ട് ചിരിച്ചുകൊണ്ട് പുറത്തേക്ക് നോക്കുകയാണ് സുധീഷ്. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചു. ഇനി അടുത്ത എപ്പിസോഡ് പ്രൊമോ റിവ്യൂ. രാത്രി തുണികൾ എടുക്കുന്ന നിധിയുടെ അരികിലേക്ക് വരികയാണ് സുധീഷ്. വാതിലിന്റെ അരികിലേക്ക് വന്ന സുഭാഷ് അവരെ ശ്രദ്ധിക്കുന്നു. വീട്ടിൽ നിന്നും പോകുന്ന കാര്യം പറയുന്ന നിധി ചോദിക്കുകയാണ്, ഈ താലി ഞാൻ അഴിച്ചു തരണോ അല്ലേ? അപ്പോ സുധീഷ് പറയുകയാണ്, ഞാൻ മനസ്സിൽ പോലും അത് വിചാരിച്ചിട്ടില്ല. നിധി പറയുന്നു, നിങ്ങളുടെ അമ്മയുടെ ചെയിനാണെന്ന് പറഞ്ഞല്ലേ അന്ന് നിങ്ങളുടെ അച്ഛൻ ഇത് തന്നത്? ആ താലി നിധിയുടെ കഴുത്തിൽ ഇപ്പോൾ കിടക്കട്ടെ എന്ന് പറഞ്ഞ് സുധീഷ് അകത്തേക്ക് പോവുകയാണ്. തുടർന്ന് രാവിലെ വാടക വീട്ടിലേക്ക് പോകാനായി ഒരുങ്ങി ഇറങ്ങുകയാണ് നിധി. ബാഗും എടുത്ത് നിധി ഹാളിലേക്ക് വരുമ്പോൾ വിഷമത്തോടുകൂടി നിൽക്കുകയാണ് സുഭാഷ്. തൊട്ടരികിൽ സുധീഷും ഉണ്ട്. നിധി പറയുന്നു, സുഭാഷ് ഏട്ടൻ പറഞ്ഞതുപോലെ എനിക്ക് നിങ്ങളെയൊക്കെ മിസ് ചെയ്യും. എന്റെ ചേട്ടനേക്കാളും സ്നേഹത്തിലാ സുഭാഷ് ഏട്ടൻ എന്നെ നോക്കിയത്. താങ്ക് യു ഫോർ എവരിതിങ്. ഇത് കേട്ട് കണ്ണു നിറങ്ങി പുഞ്ചിരിച്ച് നിധിയെ നോക്കുകയാണ് സുഭാഷ്. വരാനിരിക്കുന്ന എപ്പിസോഡ് വിശേഷങ്ങളുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.